എല്ലാവർക്കും സ്വാഗതം. ശ്രീ ജയകുമാറിൻ്റെ ചാണക്യസൂത്രങ്ങൾ ദർശനങ്ങൾ എന്ന കൃതിയിൽ നിന്നും ചാണക്യനെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചാണക്യൻ ആരാണ്? നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാം. ചാണക്യൻ ക്രിസ്തുവിനു മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു ചിന്തകനും അധ്യാപകനും നീതിമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജാവിൻ്റെ ഉപദേശകനുമൊക്കെ ആയിരുന്നു. അർത്ഥശാസ്ത്രം എന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. രാഷ്ട്രമീമാംസയുടെ ആദ്യത്തെ ഗുരുവും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനവുമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അവസാന കാലത്ത് നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ 20-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയത്. മൗര്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാന ഗുരുവായിരുന്നു അദ്ദേഹം. അതിനുശേഷം പിൻഗാമിയായി ഭരണമേറ്റ ബിന്ദുസാരൻ്റെ കാലത്തും അദ്ദേഹം പ്രധാന ഉപദേശിയായി തുടർന്നു. ചാണക്യൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ശ്രദ്ധിക്കാം. ചാണക്യൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അമ്മയാണ് അദ്ദേഹത്തിനെ വളർത്തിയത്. വിദ്യാഭ്യാസത്തിലും സ്വഭാവ രൂപീകരണത്തിലുമെല്ലാം അമ്മയാണ് അദ്ദേഹത്തെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ചാണക്യൻ അമ്മയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ചാണക്യന് വളരെ വിശേഷമായ ആരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും മുൻനിരയിലെ പല്ലുകൾ. അമ്മയെ കാണാൻ വന്ന ഒരു ജ്യോത്സ്യൻ ചാണക്യൻ്റെ പല്ലിൻ്റെ പ്രത്യേകതകൾ കണ്ടു. അയാൾ ഭാവിയിൽ ഒരു രാജാവാകുമെന്നും അതിനുശേഷം അമ്മയെ ഉപേക്ഷിച്ചു പോകുമെന്നും പറഞ്ഞു. ഇത് കേട്ട് ചാണക്യൻ തനിക്ക് അമ്മയെ വേർപെട്ട് ജീവിച്ചു രാജാവാകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്ലെടുത്ത് തൻ്റെ മുൻവരിയിലെ പല്ലുകൾ കുത്തിപ്പൊട്ടിച്ചു എന്ന് പറയപ്പെടുന്നു. ആ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സർവകലാശാലയായിരുന്നു ഭാരതത്തിലെ തക്ഷശില. ചാണക്യൻ്റെ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. സൈദ്ധാന്തികമായും പ്രായോഗികമായുമുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ കഴിവും സമർപ്പണ ബുദ്ധിയും ഉള്ള ഒരു കൂട്ടം അധ്യാപകർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. നിയമം, വൈദ്യശാസ്ത്രം, യുദ്ധരീതികൾ ഇവയെല്ലാം അവിടെ പഠിപ്പിച്ചിരുന്നു. 16 വയസ്സ് കഴിഞ്ഞവരെ ആയിരുന്നു അവിടെ ചേർത്ത് പഠിപ്പിച്ചിരുന്നത്. വേദങ്ങളും യുദ്ധതന്ത്രങ്ങളും എല്ലാം പഠിപ്പിക്കുമായിരുന്നു. ഒരു പ്രതിഭാശാലിയാകാനുള്ള വിദ്യാഭ്യാസം അങ്ങനെയാണ് ചാണക്യന് ലഭിച്ചത്. അവിടെ അധ്യാപകർക്കും സഹപാഠികൾക്കും അയാളുടെ അസാമാന്യ കഴിവുകളിൽ അഭിമാനമുണ്ടായിരുന്നു. വിഷ്ണുഗുപ്തൻ, കൗടില്യൻ, ചാണക്യൻ എന്നിങ്ങനെ പല പേരുകളിൽ അദ്ദേഹം അവിടെ അറിയപ്പെട്ടു. വിദ്യാഭ്യാസത്തിന് ശേഷം ചാണക്യൻ കുറേ നാൾ തക്ഷശിലയിൽ തന്നെ അധ്യാപകനായി. കുട്ടികൾക്കും സഹ അധ്യാപകർക്കും വളരെയധികം സഹായിയും മാർഗദർശിയുമായിരുന്ന ചാണക്യൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് പല രാജ്യകാര്യങ്ങളിലും തൻ്റെ ഉപദേശം പ്രയോജനപ്പെടുത്തി. അന്ന് ഉത്തര ഇന്ത്യയിൽ കുറേയധികം ചെറിയ രാജ്യങ്ങൾ പരസ്പരം മത്സരിച്ചു വരികയായിരുന്നു. മറ്റു വിദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ ചാണക്യൻ തൻ്റെ തക്ഷശിലയിലെ ജോലി ഉപേക്ഷിച്ചു പാടലിപുത്രത്തിലേക്ക് പോയി. അന്ന് പാടലിപുത്രം അറിവിനെയും കഴിവിനെയും അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗരം ആയിരുന്നു. എന്നാൽ അവിടുത്തെ ഭരണാധികാരി ധനനന്ദൻ അക്രമിയും ക്രൂരനുമായിരുന്നു. അമിതമായി നികുതി പിരിച്ച് അയാൾ വലിയ ധനവാനായി. ധനവിനിയോഗത്തിന് രാജാവുണ്ടാക്കിയ ഒരു കമ്മിറ്റിയിൽ ചാണക്യനെയും അംഗമാക്കിയിരുന്നു. ചാണക്യൻ മെല്ലെ മെല്ലെ ഭരണകാര്യത്തിൽ ഇടപെട്ടു. ധനനന്ദനെ തിരുത്താൻ ശ്രമിച്ചു. എന്നാൽ ഇത് ധനനന്ദന് ഇഷ്ടമായില്ല. ഇവർ തമ്മിൽ ഉണ്ടായ തർക്കത്തിൽ ചാണക്യനെ ധനനന്ദൻ പുറത്താക്കി. ദേഷ്യപ്പെട്ട് നഗരത്തിലെ നിരത്തിൽ കൂടി നടന്ന ചാണക്യൻ ഒരു പുൽക്കൂനയിൽ തട്ടി വീഴാൻ തുടങ്ങി. അദ്ദേഹം മെല്ലെ അവിടെ ഇരുന്ന് ആ പുല്ലും എല്ലാം പറിച്ചു നിരത്തിൻ്റെ ഭാഗം വൃത്തിയാക്കി മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. ഇത് ശ്രദ്ധിച്ച ചന്ദ്രഗുപ്തൻ ചാണക്യനെ സമീപിച്ചു. തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. അവർ അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം അറിയിച്ചു. ചന്ദ്രഗുപ്തൻ്റെ അസാമാന്യ കഴിവുകളിൽ ബോധ്യം വന്ന ചാണക്യൻ അയാളുടെ ഗുരുവായി തീർന്നു. ഇന്ത്യയുടെ ഉത്തരഭാഗം ഉൾപ്പെടെ ചന്ദ്രഗുപ്തൻ്റെ ഗുപ്ത സാമ്രാജ്യം വളർന്നത് ചന്ദ്രഗുപ്തൻ്റെ ശാരീരിക ശേഷിയും ആയോധന വാടകവും ചാണക്യൻ്റെ ആസൂത്രണവും കൗശലവും കൂടിയുള്ള സംയുക്ത ഫലം ആയിരുന്നു. ഒരിക്കൽ ഒരു ചൈനീസ് സഞ്ചാരി ചാണക്യനെ കാണാൻ വന്നു. ആ സമയത്ത് അദ്ദേഹം എന്തോ കാര്യമായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്പം കാത്തിരിക്കാൻ അപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം താൻ ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തിയാക്കി. താൻ ഉപയോഗിച്ചിരുന്ന എണ്ണയൊഴിച്ച വിളക്കണച്ച ശേഷം മറ്റൊരു വിളക്ക് കത്തിച്ച് സഞ്ചാരിയോട് കുശലം ചോദിച്ചു. ഈ വിളക്കുകൾ എന്തിനാണ് അങ്ങ് മാറ്റിയത്? അതിഥികളെ സ്വീകരിക്കുമ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു ചടങ്ങാണോ എന്ന് ചോദിച്ചപ്പോൾ ചാണക്യൻ പറഞ്ഞത് ഇതായിരുന്നു:
സുഹൃത്തെ, താങ്കൾ വന്ന സമയത്ത് ഞാൻ രാജ്യകാര്യ സംബന്ധമായ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉപയോഗിച്ചിരുന്ന വിളക്കിൽ ഉപയോഗിച്ചിരുന്ന എണ്ണ രാജ്യത്തിൻ്റെ വകയാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ചെയ്യുന്നത് വ്യക്തിപരമായ കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പണം ഉപയോഗിച്ച് വാങ്ങിയ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്ക് ഉപയോഗിക്കുന്നു എന്നേയുള്ളൂ. അല്ലാതെ ഇത് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചടങ്ങല്ല. ചാണക്യൻ രാജാവിൻ്റെ പ്രധാന ഉപദേശിയായിരുന്നപ്പോഴും ഒരു ചെറിയ കുടിലിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരിക്കൽ ഒരു കള്ളൻ ചാണക്യൻ്റെ വീട്ടിൽ കയറി. അവിടെയൊക്കെ നോക്കിയെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല. ചാണക്യൻ ഒരു പഴയ കമ്പിളി പുതച്ചുകൊണ്ട് നിലത്ത് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ മുറിയുടെ ഒരു മൂലയിൽ ഒരു കെട്ട് പുതിയ കമ്പിളി വസ്ത്രങ്ങൾ കെട്ടിവെച്ചിരുന്നു. ഇതിൽ നിന്ന് കുറേ എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച കള്ളനെ ചാണക്യൻ പിടിച്ചു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു. എങ്കിലും അയാൾ ചാണക്യനോട് ചോദിച്ചു, ഇത്ര നല്ല കമ്പിളി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും അങ്ങ് എന്താണ് കീറിയ കമ്പിളി ഉപയോഗിക്കുന്നത്? ചാണക്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം കമ്പിളി പഴയതാണെങ്കിലും ഉപയോഗിക്കുന്നു. മറ്റേത് രാജ്യത്തിൻ്റെ വകയാണ്. പാവപ്പെട്ട ചില രോഗികൾക്ക് അടുത്ത് തന്നെ വിതരണം ചെയ്യാനുള്ളതാണ്. അത് എനിക്ക് അവകാശപ്പെട്ടതല്ല. പിന്നെ എങ്ങനെയാണ് അതെനിക്ക് ഉപയോഗിക്കാൻ കഴിയുക? രാജാവിൻ്റെ ധനം വ്യക്തിപരമായ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് ഈ 2 സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചന്ദ്രഗുപ്ത മൗര്യനെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചാണക്യന് അറിയാമായിരുന്നു. ആ കുട്ടിയിൽ അസാമാന്യ നേതൃത്വപാടവവും പ്രതിഭയും അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയാണ് ചാണക്യൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം വലിയ ചക്രവർത്തിയായത്. ചാണക്യൻ ചന്ദ്രഗുപ്തന് കൊടുത്തിരുന്ന ഭക്ഷണത്തിൽ വളരെ കുറഞ്ഞ അളവിൽ വിഷം കലർത്തിയിരുന്നു. ചക്രവർത്തിക്ക് വിഷം കൊണ്ട് ജീവാപായം വരാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചാണക്യൻ അത് ചെയ്തത്. ഒരിക്കൽ രാജാവ് തൻ്റെ സ്നേഹവായ്പിൽ തനിക്ക് കിട്ടിയ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം തൻ്റെ പൂർണ്ണ ഗർഭിണിയായിരുന്ന ധർമ്മപത്നിക്ക് നൽകി. അത് അവരുടെ മരണത്തിൽ കലാശിച്ചു. ചാണക്യൻ പെട്ടെന്ന് രാജ്ഞിയുടെ വയറ് കീറി പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെ പുറത്തെടുത്തു. ആ കുട്ടിയാണ് പിന്നീട് ബിന്ദുസാരൻ എന്ന പേരിൽ ചന്ദ്രഗുപ്തൻ്റെ പിൻഗാമിയായത്. എന്നാൽ ബിന്ദുസാരൻ വളർന്നപ്പോൾ കൊട്ടാരത്തിലെ സുബന്ധു എന്ന മന്ത്രി ചാണക്യനാണ് ബിന്ദുസാരൻ്റെ അമ്മയെ കൊന്നത് എന്ന് രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് ബിന്ദുസാരൻ ചാണക്യനെ ജയിലിലടച്ചു. എന്നാൽ ക്രമേണ സത്യം മനസ്സിലാക്കിയ ബിന്ദുസാരൻ ചാണക്യനെ മോചിപ്പിച്ചു. ബിന്ദുസാരൻ സുബന്ധുവിനെ ശകാരിച്ചു. ചാണക്യനോട് മാപ്പ് അപേക്ഷിക്കാൻ പറഞ്ഞു. എന്നാൽ മാപ്പ് അപേക്ഷിക്കാൻ എന്ന പേരിൽ അടുത്തു ചെന്ന അയാൾ ചാണക്യനെ സൂത്രത്തിൽ വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ചാണക്യൻ്റെ അന്ത്യം. അടുത്ത ഒരു ഓഡിയോയുമായി വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.